പൃഥ്വി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്, ഒരു സ്നാക്കാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് അച്ചപ്പം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ അച്ചുണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ പുതിയതായിട്ടൊരു അച്ച് വാങ്ങിച്ചു. അപ്പോൾ അത് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളതാണ്. പക്ഷേ മേടിച്ചെങ്കിലും എനിക്കതിൽ ഉണ്ടാക്കാനൊരു ധൈര്യം ഉണ്ടായില്ല, ശരിയാവുമോ എന്നൊക്കെ. കാരണം എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അച്ചപ്പമൊക്കെ കഴിക്കണമെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ കഴിക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ നാളായി, ഒരു 3-4 മാസമെങ്കിലും ആയിട്ടുണ്ടാവും അച്ച് വെച്ചിട്ട്. പക്ഷേ അപ്പോൾ ഇപ്പം ഞാനത് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ മുട്ട ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം മുട്ട ചേർത്ത് ഞാൻ ഉണ്ടാക്കി ഒരു പ്രാവശ്യം അതും കാണിക്കുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മുട്ട ചേർക്കാതെ അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാം, നല്ല ക്രിസ്പി ആയിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്, ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കി. വളരെ കറക്റ്റായിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാൽ തന്നെയാണ്. അതവിടെ മാറ്റി വെച്ചു. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര എടുത്തു. പക്ഷേ അത് നല്ല മധുരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ എങ്ങാനും എടുത്താൽ മതിയാവും. എന്നിട്ട് പഞ്ചസാര എടുത്തു, അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ആദ്യമേ തന്നെ ഞാൻ ഒരു 1/2 കപ്പ്, 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു. എന്നിട്ട് 1/2 കപ്പ് അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഈ മിക്സിയിലിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് പശുവിൻ പാൽ കാച്ചിയതുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് പകർത്തി നമ്മുടെ ദോശമാവിനെക്കാട്ടിയും ലൂസാക്കി വേണം എടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട്, അത് കറക്റ്റ് പാകമാണോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് അതിൻ്റെ പുറത്ത് അതിൽ പറ്റി പിടിച്ചിരിക്കില്ലേ, അതിൽ നമ്മളൊന്ന് വിരൽ വെച്ചിട്ട് ഒന്നൊരു ലൈൻ ഇട്ട് നോക്കുക. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ, അത് മിക്സ് ആവാതെ നിൽക്കുവാണെങ്കിൽ അത് അത്രയും കറക്റ്റാണ്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ അവിടെ വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. ആ സമയത്ത് ഇത് കുറുകി പോകുകയാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കുകയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുകയോ ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുത്തു, കറുത്ത എള്ള്. അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ടാണ് ഞാനിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. മാവ് നമുക്ക് റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിന് അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ച്, ഇത് നോൺ സ്റ്റിക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചാണ്. ഇത് ആദ്യമേ തന്നെ ഈ ചൂടായ എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. എന്നിട്ട് വേണം മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാൻ. നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ മാവിൽ ഒന്ന് മുക്കി കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് മുക്കരുത്, ഒരു മുക്കാൽ ഭാഗത്തോളം ഹൈറ്റിൽ മുക്കാൻ പാടുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് പതുക്കെ ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ. ഫുള്ളും ഇതാക്കണ്ട. എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അതിലേക്ക് അച്ചുമേന്ന് വിട്ട് ആ എണ്ണയിലേക്ക് ഫുള്ളായിട്ട് വീണോളും. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 വശവും ഒന്ന് മൂപ്പിച്ച് നമുക്ക് കോരിയെടുക്കാം. ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഒരു നല്ല പോലെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരണ വരെ ഞാൻ വെച്ച്, എനിക്ക് നല്ലതുപോലെ മൂത്ത് ഇട്ടുള്ളത് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയെടുത്തു. കണ്ടോ, വീണ്ടും എണ്ണയിലിട്ട് അച്ച് ചൂടാക്കിയിട്ട് വേണം മാവിൽ മുക്കി എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാൻ. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓരോ പ്രാവശ്യം നമ്മൾ അച്ച് എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് വേണം മാവിൽ മുക്കി ഉണ്ടാക്കാൻ.
പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഈ എണ്ണയിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലും അച്ച് മുക്കിയിട്ടാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ മാവ് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ? എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ആവശ്യത്തിന് മൂപ്പിച്ച് എടുക്കാം. ഞാൻ നല്ല പോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴാണ് എടുക്കുന്നത്. കണ്ടോ? അച്ചപ്പം എനിക്ക് നല്ലതുപോലെ മൂത്തതാണ് എനിക്കിഷ്ടം, അല്ലാതെ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഫുൾ മാവും നമുക്ക് കുറച്ച് മാവ്, 1/2 കപ്പ് മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ, ആവശ്യത്തിന് ഉണ്ട് താനും. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതിൽ മുട്ട ചേർത്തില്ലെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, സ്വാദിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എന്നാലും ഞാൻ ഇത് മുട്ട ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളൂ. പിന്നെ ഇതിപ്പം ലാസ്റ്റ് ആയപ്പം ഇത് ശരിക്കും അങ്ങ് ഡിപ്പ് ചെയ്യാനുള്ള അത്ര മാവില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ലാസ്റ്റ് ഇതുകൂടി ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ടെൻഷനുണ്ടായിരുന്നു, ശരിയാവുമോ, അച്ചിന്ന് വിട്ടുവരുമോ എന്നൊക്കെ. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലെ ഉണ്ടാക്കിക്കോളൂ, ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ. കണ്ടോ? ഞാനൊരു പാത്രത്തിലിട്ട് വെച്ചേക്കാണ്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, ക്രിസ്പിയാണ്, സോഫ്റ്റാണ്. നല്ലപോലെ മധുരമുണ്ട്. ഇത് ഇത്ര മധുരം വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഒരു കാര്യം മനസ്സിലായി, മുട്ട ചേർത്തില്ലെങ്കിലും നല്ല അസലായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് സ്വാദോടു കൂടിയുള്ള അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.